ജ്വല്ലറി ഉടമയിൽ നിന്ന് 14 ലക്ഷം തട്ടിയ നാൽവർ സംഘത്തെ സാഹസികമായി പിടികൂടി മട്ടന്നൂർ പോലീസ്. കണ്ണൂരിലെ ജ്വല്ലറി ഉടമ കീഴ്ത്തള്ളി PV ദിനേശന്റെ കയ്യിൽ നിന്ന് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ മട്ടന്നൂർ പോലീസ് പിടികൂടിയത്. ജ്വല്ലറി ഉടമയിൽ നിന്ന് 14 ലക്ഷം തട്ടിയ നാൽവർ സംഘത്തെ 24 മണിക്കൂറിനുള്ളിൽ സിനിമാ സ്റ്റൈലിൽ പിടികൂടി മട്ടന്നൂർ പോലീസ്. കണ്ണൂരിലെ ജ്വല്ലറി ഉടമ കീഴ്ത്തള്ളി PV ദിനേശന്റെ കയ്യിൽ നിന്ന് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത 24 മണിക്കൂറിനുള്ളിൽ മട്ടന്നൂർ CI BS സജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. CCTV ദൃശ്യം പരിശോധിച്ചതിൽ നിന്ന് ഒരു വ്യക്തിയെ ഞായറാഴ്ച രാത്രി തിരിച്ചറിഞ്ഞിരുന്നു. അതിസാഹസികമായി മറ്റു പ്രതികളെ കൂടി തിങ്കളാഴ്ച പുലർച്ചെയോടെ പിടികൂടുകയായിരുന്നു. പഴശ്ശി ഡാമിന് സമീപം K റസാഖ്, ഉളിയിൽ സ്വദേശി PK റഫീഖ്, ഭാര്യ റെയ്ഹാനത്ത്, പുതിയങ്ങാടി സ്വദേശി അഷ്റഫ് എന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത്. മട്ടന്നൂരിലെ ഒരു ബാങ്കിൽ സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞാണ് ഇവർ തന്ത്രപരമായി 14 ലക്ഷം രൂപ കൈക്കലാക്കിയത്. ആദ്യം 15 ലക്ഷം രൂപ വേണമെന്ന് പറയുകയും പണം ലഭിച്ച ശേഷം 14 ലക്ഷം രൂപ മതിയെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തിരിച്ചു നൽകി വിശ്വാസ്യത ആർജിക്കുകയും ചെയ്തു. ലഭിച്ച 14 ലക്ഷം രൂപ തുല്യമായി പങ്കുവച്ചതായി പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ഇവർ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമാനമായ രീതിയിൽ നിരവധി കബളിപ്പിക്കൽ നടത്തിയതായി പോലീസ് വ്യക്തമാക്കി. ഇതിനായി പ്രത്യേക മൊബൈൽ ഫോണും വാട്സപ്പ് നമ്പറും പ്രതികൾ ഉപയോഗിക്കുന്നതായും CI വ്യക്തമാക്കി. ജ്വല്ലറി ഉടമകളെ ഫോണിൽ വിളിച്ച് ബാങ്കിൽ സ്വർണം വെച്ചിട്ടുണ്ടെന്നും അത് എടുക്കാൻ പണം വേണമെന്നും ഭാര്യ ബാങ്കിന് മുന്നിൽ ഉണ്ടെന്നും റഫീഖ് പറയുന്നു. ജ്വല്ലറി ഉടമയെ പരിചയപ്പെട്ട് പണം വാങ്ങുന്നത് റെയ്ഹാനത്താണ്. ബാങ്കിന്റെ പുറത്തുനിന്ന് ഇവർ പണം കൈപ്പറ്റി ബാങ്കിൽ കയറുമ്പോൾ ബാങ്കിനുള്ളിൽ ബന്ധുക്കളുണ്ടെന്നും പുറത്തുനിന്നാൽ മതിയെന്നും പണം നൽകുന്ന വ്യക്തിയോട് പറയുന്നു. പർദ്ദ ധരിച്ച് മുഖം മറച്ച ശേഷം പണം കൈപ്പറ്റി ബാങ്കിലേക്ക് കയറിയ ശേഷം മറ്റു വഴികളിലൂടെ രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രീതി. CIയോടൊപ്പം SIമാരായ സിദ്ദിഖ്, അനീഷ് കുമാർ, ASIമാരായ പ്രദീപൻ, സുനിൽകുമാർ, CPOമാരായ സിറാജുദ്ദീൻ, രഗനീഷ്, സവിത, ജോമോൻ എന്നിവരും പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു.